യുവ നടന്മാരിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള നടന്മാരിൽ ഒരാളാണ് നിവിൻ പോളി. ബോക്സ് യുവ നടന്മാരിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള നടന്മാരിൽ ഒരാളാണ് നിവിൻ പോളി. ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മോളിവുഡിൽ തൻ്റെതായ സ്ഥാനം നേടിയേക്കാൻ നിവിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്ക് ബോക്സ് ഓഫീസിൽ നിവിൻ ചെറുതായി അടിതെറ്റി വീണു. തുടർ പരാജയങ്ങളുടെ ആരാധകരെ നിരാശപ്പെടുത്തിയ നിവിൻ കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ സർവ്വമായയോടെ തിരിച്ചു വന്നു. സർവ്വമായയ്ക്ക് ശേഷം താരത്തിൻ്റെ പുറത്തു വന്ന രണ്ട് സിനിമകളും നിരാശപ്പെടുത്തിയെങ്കിലും ഇനിയുള്ള ലൈനപ്പ് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോഴത്തെ ആ ലൈനപ്പിലേക്ക് പുതിയൊരു ചിത്രം കൂടി ഉൾപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. പുതിയ സംവിധായകൻ മിനിമം ഗ്യാരണ്ടിയുള്ള വിമിൻ ദാസുമൊത്ത് നിവിൻ കൈകോർക്കുന്നു എന്ന് സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജയ് ജയ് ജയ ഹോ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ബ്ലോക്ക് ബസ്റ്റർ സംവിധാനം ചെയ്യുകയും വാഴ 2 എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കുകയും ചെയ്തു വിപിൻ ദാസുമൊത്ത് നിവിൻ കൈകോർക്കുമ്പോൾ പ്രതീക്ഷ ഏറെയാണ്. ഫഹദ് ഫാസിലിനെ നായകനാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന പ്രോജക്റ്റാണ് ഇതെന്നും കഥയിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് നിവിന് വേണ്ടി ഈ കഥ മാറ്റിയെഴുതിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫഹദ് ഫാസിലിനൊപ്പം എസ് സൂര്യൻ പ്രധാന കഥാപാത്രമാക്കി വിപിൻ ദാസ് ചെയ്യാനിരുന്ന പ്രൊജക്റ്റായിരുന്നു ഇത്. ഗാങ്സ്റ്റർ ആക്ഷൻ കോമഡി ജോണറിലെ രണ്ട് താരങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രോജക്റ്റ് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ നിവിൻ പോളിക്ക് വേണ്ട ആ സ്ക്രിപ്റ്റ് വിപിൻ ദാസ് എങ്ങനെയാകും മാറ്റിയെഴുതുക എന്നറിയാൻ സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. നിലവിൽ പൃഥ്വിരാജിനെ നായകനാക്കിക്കൊണ്ടുള്ള സന്തോഷ് ട്രോഫി പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ് വിപിൻ ദാസ്. ഇതിനുശേഷം വാഴ 3യുടെ സ്ക്രിപ്റ്റിലേക്ക് വിപിൻ കടക്കും. നിവിനാകട്ടെ ഗിരീഷ് ഷേഡിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഷൂട്ടിങ്ങിലാണ്. ഇതിനുശേഷം തമിഴ് ചിത്രം ബെൻസ്, അൽഫോൻസ് പുത്രനോടൊപ്പമുള്ള പ്രോജക്റ്റ് എന്നിവയിലേക്ക് കടക്കും. 2027 വിപിൻ ദാസ് നിവിൻ പ്രോജക്റ്റ് ആരംഭിക്കുന്നു എന്ന് കരുതുന്നു.